ഗസ് ചെയ്യേ പറഞ്ഞോ. ആ അതെ 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 അതെ. എന്നെ വേറെ കാര്യം എൻ്റെ സൗണ്ടാണെങ്കിൽ എൻ്റെ സൗണ്ടാണെങ്കിൽ എവിടുന്ന് കേട്ടാലും പെട്ടെന്ന് തിരിച്ചറിയുക, അങ്ങനെ പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ. നബീല് പറഞ്ഞു എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഒരുപാട് സന്തോഷം. കാരണം ഈ ഇത്രയും തീരപ്രദേശമുള്ള കുട്ടികളെ വെച്ചിട്ട് നീ കപ്പടിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷം. നിനക്കത് 19 വയസ്സല്ലേ? ഒരു അതിമേ കൊണ്ടുപോകണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എന്ത് സപ്പോർട്ട്. കാരണം ഒരുപാട് സന്തോഷം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു അറിയപ്പെടാതെ പോയൊരു കാര്യമാണത്. എനിക്കത് ഭയങ്കര കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മനസ്സിലാവണ്ട. ഫുട്ബോളിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയവന്റെ കഥയല്ല ഇത്. ഫുട്ബോൾ നെഞ്ചിലേറ്റിയവന്റെ കഥയാണ് ഇത്. ഇർഫാൻ 19-കാരൻ, താനൂരാണ് പ്രദേശം. ചെക്കൻ വേറെ ലെവലാണ് കേട്ടാ. കഥ എന്താന്ന് കേൾക്കണ്ടേ? താനൂര് ഫുട്ബോൾ അക്കാദമി എന്ന് പേര് പറഞ്ഞ് ഒരു അക്കാദമി തുടങ്ങി. അവിടുത്തെ തീരപ്രദേശത്തെ കുറച്ച് കുട്ടികളെ എടുത്ത് ഇവനോട് വളർത്തി. 19 വയസ്സുള്ള കേട്ടാ. ഒരു കുട്ടി കോച്ചാണ് ചെക്കൻ. താനൂരിലെ തീരപ്രദേശത്തെ കുട്ടികളെ വെച്ച് ഇവൻ ലൂക്ക കപ്പ് കളിക്കാൻ തീരുമാനിച്ചു. യങ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ ലൂക്ക സോക്കറൊക്കെയാണ് എതിർ ടീമുകൾ. എന്തായാലും കുരുന്നുങ്ങൾക്ക് ചെക്കൻ കപ്പടിച്ചു കൊടുത്തു. ഈ കുരുന്നുങ്ങളെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങാതെയാണ് ഈ 19-കാരന്റെ ഈ അഭ്യാസങ്ങളൊക്കെ. ഇർഫാനെ ഞാൻ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ടിട്ട് ഞാൻ വിളിച്ചതും ഒക്കെ. കാരണം നിന്റെ പ്രായത്തിൽ എനിക്ക് പുറത്തു നിന്നിട്ട് പോലും ഇതുപോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. മനുഷ്യൻ എത്രത്തോളം ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നീ ഒരു വയസ്സിൽ നീ കാണപ്പെടുന്നുണ്ട്. എന്തായാലും നീ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ ഇർഫാനെ.